ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 91 മുതൽ 93 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 12-ാം വാക്യം. ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു, അവൻ അവളെ വിളിച്ചു. ശൂനേമിലെ രാജപാതയ്ക്കു സമീപമായി ധനികയായ ഒരു സ്ത്രീയും കുടുംബവും താമസിച്ചിരുന്നു. ധനികയായ ഈ സ്ത്രീക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഇസ്സാഖാർ ഗോത്രത്തിൻ്റെ തെക്കേ അതിർത്തിയിലുള്ള ഒരു പട്ടണമായിരുന്നു ശൂനേം. ശൗലിൻ്റെ ഭരണകാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനെ തോൽപ്പിച്ചതിന് മുമ്പായി ശൂനേമിൽ പാളയമിറങ്ങിയതായി 1 ശമൂവേൽ 28-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു. മാത്രമല്ല, വാർദ്ധക്യത്തിൽ ദാവീദിൻ്റെ പരിചാരികയായി തീർന്ന അബീശഗിൻ്റെ സ്വന്തം സ്ഥലവും ശൂനേം ആയിരുന്നു. എലീശ പ്രവാചകനും ശൂനേം എന്ന പട്ടണത്തിലൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു. ഈ പട്ടണത്തിലായിരുന്നു ധനികയായ ആ സ്ത്രീയും ഭർത്താവും പാർത്തിരുന്നത്. ഇവിടെ നടന്ന ചില സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, മറ്റുള്ളവരെയും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കുവാനുള്ള സന്മനസ് ഈ ധനികയായ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ശൂനേം പട്ടണത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രവാചകനെ ധനികയായ സ്ത്രീ തൻ്റെ ഭവനത്തിലേക്ക് വരുവാനും ഭക്ഷണം കഴിക്കുവാനും നിർബന്ധിക്കുന്നു. അതിനുശേഷം അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. എന്നാൽ അദ്ദേഹത്തിന് പാർക്കുവാനായി ചെറിയൊരു മാളിക മുറി നമുക്ക് പണിതുണ്ടാക്കണം. അതിൽ അവനൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കണം. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ഇവിടെ കയറി പാർക്കാമല്ലോ എന്ന് ഈ ധനികയായ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവരെയും അവരുടെ ആവശ്യങ്ങളെയും മനസ്സിലാക്കുവാനും ദൈവമക്കളെ ആദരിക്കുവാനുമുള്ള മനസ്സ് ശൂനേമിലെ ധനികയായ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവപുരുഷനെ അന്വേഷിച്ച് ഇറങ്ങുവാനുള്ള ഒരു മനസ്സ് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ച ഈ കുടുംബത്തിന് അനന്തര അവകാശികൾ ഇല്ലായിരുന്നു. എന്നാൽ എലീശ പ്രവാചകന്റെ പ്രാർത്ഥനയിലൂടെ അവൾക്കൊരു മകനെ ദൈവം നൽകുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം കടുത്ത അസുഖം ബാധിച്ച് ആ മകൻ മരണമടയുന്നു. ഇവിടെ ശൂനേംകാരത്തി ആരും അറിയാതെ തൻ്റെ മകനെ പ്രവാചകനു വേണ്ടി പണിതൊരുക്കിയ ആ മാളിക മുറിയിൽ കിടത്തിയിട്ട് പ്രവാചകനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുന്നു. അവിടെ എത്തിയ ശൂനേംകാരത്തി പ്രവാചകനോട് സംസാരിക്കുന്നുണ്ട്. യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് എലീശ പ്രവാചകൻ അവളോടൊപ്പം ശൂനേമിലേക്ക് യാത്ര തിരിക്കുകയും കുട്ടിയെ സൗഖ്യത്തോടെ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ സംഭവം കാണുവാനായിട്ട് സാധിക്കും. ധനികയായ ഈ സ്ത്രീയുടെ പേരോ ആ കുടുംബത്തിൻ്റെ പേരോ ഒന്നും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തളർന്നിരിക്കാതെ, പകച്ചു പോകാതെ, മറ്റുള്ളവരിൽ പഴി ചാരാതെ ധീരമായി ചുവടുകൾ വയ്ക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ധീരത ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ധീരതയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.